നമ്മൾക്ക് പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാം. കഴിഞ്ഞൊരു പകൽക്കാലവും കഴിഞ്ഞൊരു ആഴ്ചക്കാലം മുഴുവൻ ദൈവം നമ്മളെ സൂക്ഷിച്ചു. നമ്മളായിരുന്ന സ്ഥാനത്തൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് ഓർത്ത് ദൈവത്തെ നമുക്ക് വാഴ്ത്തി പാടാം. ഈ ദൈവത്തെ പാടുവാൻ ദൈവം നമുക്ക് സഹായിച്ചു ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ. മഹിമയൻ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയൻ പ്രഭുതാൻ
യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. അടുത്ത പാട്ട് പാടുമ്പോൾ എല്ലാവരും ചേർന്ന് കരങ്ങളടിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തും. പ്രിയൻ വേഗം വരും നിത്യരാജാവാൻ തന്റെ കാന്തയെ ചേർപ്പതിനായി. പ്രിയൻ വേഗം വരും നിത്യരാജാവാൻ തന്റെ കാന്തയെ ചേർപ്പതിനായി. ഒരു മുഖൻ മനവിൽ പതിയെ സ്വീകരിപ്പാൻ ഇടുക്കമോടോരോ നാളും ഒരു മുഖൻ മനവിൽ പതിയെ സ്വീകരിപ്പാൻ ഇടുക്കമോടോരോ നാളും യേശുവേ നോക്കി നീ ജീവിച്ചിടുക, വിശ്വാസത്തിൽ നല്ലവർ പൊരുതിടുക. പ്രതിഫലത്താൽ തൻ പ്രിയന്മാർക്ക് പ്രത്യാശയോടോടുക പുരിയിലേക്ക്, പ്രത്യാശയോടോടുക പുരിയിലേക്ക്. നോക്കി നീ ജീവിച്ചിടുക, വിശ്വാസത്തിൽ നല്ലവർ പൊരുതിടുക. പ്രതിഫലത്താൽ തൻ പ്രിയന്മാർക്ക് പ്രത്യാശയോടോടുക പുരിയിലേക്ക്, പ്രത്യാശയോടോടുക പുരിയിലേക്ക്. സ്വർഗത്തിൽ നീ സേവമെന്ന് നേടുക, സ്വർഗരാജ്യമത്രേ നിന്റെ നിത്യഗേഹം. സ്വർഗത്തിൽ നിന്നെ സേവമെന്ന് നേടുക, സ്വർഗരാജ്യമത്രേ നിന്റെ നിത്യഗേഹം. സ്വർഗരാജ്യവും അതിൻ നീതിയും ഉന്നമേ അന്വേഷിക്കാനുദിനവും, അന്വേഷിക്കാനുദിനവും. സ്വർഗരാജ്യവും അതിൻ നീതിയും ഉന്നമേ അന്വേഷിക്കാനുദിനവും, അന്വേഷിച്ചാനുദിനവും. യേശുവേ നോക്കി നീ ജീവിച്ചിടുക, വിശ്വാസത്തിൽ നല്ലവർ പൊരുതിടുക. പ്രതിഫലത്താൽ തൻ പ്രിയന്മാർക്ക് പ്രത്യാശയോടോടുക പുരിയിലേക്ക്, പ്രത്യാശയോടോടുക പുരിയിലേക്ക്. യേശുവേ നോക്കി നീ ജീവിച്ചിടുക, വിശ്വാസത്തിൽ നല്ലവർ പൊരുതിടുക. പ്രതിഫലത്താൽ
നിന്നിക്ഷേപമെന്ന് നേടുക സ്വർഗരാജ്യമത്തെ നിന്റെ നിത്യഗ സ്വർഗരജവും അതിൽ നീതിയും ഉന്നമം അന്വേഷിച്ചനുദിനവും സ്വർഗരജവും അതിൽ നീതിയും ഉന്നമം അന്വേഷിച്ചനുദിനവും യേശുവേ നോക്കി നീ ജീവിച്ചിടുക വിശ്വാസത്തിൽ നല്ല പൊരുതിടുക പ്രതിഫലത്താൽ തരും പ്രിയന്മാർക്ക് പ്രത്യാശയോടോടുക പുരിയിലേക്ക് പ്രത്യാശയോടോടുക പുരിയിലേക്ക് യേശുവേ നോക്കി നീ ജീവിച്ചിടുക വിശ്വാസത്തിൽ നല്ല പൊരുതിടുക പ്രതിഫലത്താൽ പ്രത്യാശയോടോടുക പുരി പ്രത്യാശയോടോടുക പുരിയിലേക്ക് എന്തും നല്ലോർ സഖിയേശു പാപദുഃഖം വഹിക്കും എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും നൊമ്പരമേറെ സഹിച്ചു സാവധാനങ്ങൾ നഷ്ടം ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും
ദൈവത്തോട് സ്തോത്രം. ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് ഒന്നിച്ചങ്ങയെ സ്തുതിപ്പാൻ ദൈവമേ നീ ഒരുക്കി തന്ന സന്ദർഭത്തിനായി സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് സംഗീതത്തിൽ കൂടെയും അതുപോലെ ഇംഗ്ലീഷിലും ഞങ്ങൾ കേൾക്കുവാൻ തക്കണിടയായി എൻ്റെ കുഞ്ഞുങ്ങളെ നീ ശക്തിപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. വീണ്ടും അല്പസമയം അങ്ങയുടെ സന്നിധി ഞങ്ങളായിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിപ്പാൻ ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ. Amen. നമുക്കെല്ലാവർക്കും ഇരിക്കാം. So I'll be seated. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുന്നു. Let's turn to Hebrews chapter 11 and verse 13. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിനന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. These all died in faith, not having received the things promised, but having seen them and greeted them from afar, and having acknowledged that they were strangers and exiles on the earth. എന്ന പലകാലം നമുക്ക് ഒന്നിച്ച് ദൈവം തന്ന ആരാധനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for the worship and the joyous occasion that He has given us this morning. ഇന്ന് പലകാലം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ ദൈവദാസന്മാരിൽ കൂടെ ലഭിപ്പാൻ ദൈവം ഇടയാക്കി. God enabled all of us to receive a blessed message from the servants of God. ഇനിയും ഒരു 3-4 സൺഡേ ഉള്ളൂ എൻ്റെ മെസ്സേജ്. അതിനുശേഷം പാസ്റ്റർ എബി മാമനാണ് ഇവിടെ അവസാനമായി ദൈവവചനം സംസാരിപ്പാൻ തക്കണം പോകുന്നത്. I have 3 or 4 more weeks of giving the final messages in this church, and then after that, Pastor Abby Maman will be taking over the last message of this എബ്രായ service. ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് 34 മെസ്സേജുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഈ ഒരു മെസ്സേജ് കൊണ്ട് ഈ ഭാഗം അവസാനിക്കുകയാണ്. From Hebrews chapter 11, we have talked through 34 messages, and this is the last message from this topic. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനിവിടെ വന്നപ്പോൾ ചില സഹോദരിമാർ എൻ്റെ അരിക്കൽ കടന്നു വന്ന് ചോദിച്ചു, ഇനി ഏത് സബ്ജക്റ്റാണ് എടുക്കാൻ പോകുന്നത്? Last Friday, when I came to the church, some sisters came and asked me, after this, what topic are you going to talk about? അവരുടെ ആവേശം കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. When I saw their excitement, I was so happy. ഈ 11-ാം അധ്യായം മൊത്തം അവർ പഠിച്ച പോലാണ് കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്നത്. They talked to me like they have learned everything from chapter 11. ഇന്ന് തൽക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മൾ അന്യരും പരദേശികളും എന്നുള്ള വിഷയമാണ്. Today we're going to think about we are strangers and exiles. ഈ ഭാഗം ഞാൻ അന്ന് സംസാരിച്ചപ്പോൾ എടുത്തില്ല, അവസാനം പറയാമെന്ന് വിചാരിച്ച് ഞാൻ ആ ഭാഗം അങ്ങ് വിട്ടതാണ്. When I was going through this chapter, I did not talk about this. I skipped it to speak about it at the end. 11-ാം അധ്യായത്തിൽ നമ്മൾ മൊത്തം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് അവസാനമായി ചിന്തിക്കാനുള്ളത് നമ്മൾ ഈ ദേശക്കാരല്ല, നമ്മൾ അന്യരാണ്, നമ്മൾ പരദേശികളാണ്. When we think about chapter 11 in Hebrews, we have to think that we are not of this place, we are strangers and we are exiles. അതേ എബ്രായ ലേഖനം 11-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ അവൻ കൂട്ടവാസികളായ ഇസാക്കിനോട് യാക്കോബിനോടും കൂടെ പാർത്തുകൊണ്ട് ദൈവശക്തിയായി നിർമ്മിച്ചതും അടിസ്ഥാന നഗരത്തിനായി കാത്തിരുന്നു എന്ന് വായിക്കുന്നു. In Hebrews chapter 11 verse 9 on, we read like this: By faith Abraham went to live in the land of promise, as in a foreign land, living in tents with Isaac and Jacob, heirs with him of the same promise. For he was looking forward to the city that has foundation, whose designer and builder is God. പഴയ നിയമ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ ചുരുക്കമായി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ നാം അവിടെ വായിച്ചത്. What we read was a small portion that was described about Abraham. പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയായിരുന്നു ഞങ്ങൾ ഇവിടുത്തുകാരല്ല, ഞങ്ങൾ വേറൊരു ദേശത്തേക്ക് പോകാൻ ഇരിക്കുന്നവരാണെന്നുള്ള വലിയൊരു പ്രത്യാശ അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. When we think about the Old Testament believers, they all knew that they were not from this place. They had a hope that they will go to another place. നമ്മളും ഇന്ന് പലക്കാലം നമ്മളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ ഒരു പുതുദേശം അന്വേഷിക്കുന്നവരാണ്, നമുക്കൊരു വാഗ്ദത്ത ദേശമുണ്ട്, അവിടേക്ക് പോകുവാനുള്ള പ്രിയപ്പെട്ടവരാണ് നാം എല്ലാവരും എന്ന് നമ്മൾ ഓർത്തിരിക്കണം. Even folks that are sitting here, we should remember that we do not belong to this place. We are set to go to a promised land. ഈ അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചപ്പോൾ അതേ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ആ വാഗ്ദത്ത ദേശത്ത് അവൻ കനാൻ നാട്ടിൽ ചെന്ന് പാർത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. We read about Abraham in the book of Genesis that he went and he stayed in the promised land of Canaan. ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് കൂരിൽ നിന്ന് ഇറാഖിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് അവൻ കനാൻ ദേശത്ത് എത്തിച്ചേർന്നു എന്ന് വായിക്കുന്നു. We see that based on the calling of God, Abraham left Iraq in a city called Hur and ended up in the land of Canaan. അവൻ അവിടെ എത്തിയതിനു ശേഷം ഉൽപ്പത്തി 13-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുന്നു, അബ്രഹാമേ നീ തലപൊക്കി നോക്കുക.
And we read in Genesis 13, after he had reached there, God said to him, Abraham, lift up your head and look. നീ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക, Look to the east and to the west. നീ വടക്കോട്ടും തെക്കോട്ടും നോക്കുക. Look to the north and to the south. ഈ ദേശമെല്ലാം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. All of this land I have given to you. അപ്പൊ ആ ദേശം, ആ കനാൻ ദേശം മൊത്തം അബ്രഹാമിനും അവന്റെ സന്തതിക്കും ദൈവം കൊടുത്തിരിക്കുന്നു എന്ന് ഉറപ്പായി അവിടെ കൽപ്പിക്കുന്ന ഒരു ഭാഗമാണ് കാണുവാൻ കഴിയുന്നത്. So we see one thing that was cemented there was God had given this place to Abraham and his heirs. എന്നാൽ അവൻ ചെയ്ത 3 കൂട്ടം കാര്യങ്ങളാണ് 9 മുതൽ അതേ 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. But we see 3 things that Abraham had did from verse 9 until 13. അതിൽ ഒന്നാമത്തെ വിഷയം, അവൻ അന്യദേശത്ത് എന്ന പോലെ വാഗ്ദത്ത ദേശത്ത് പാർത്തു. That he lived in the land of promise as in a foreign land. ദൈവം ആ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുവന്നതാണ്. God brought him to this land of promise. അവിടേക്കാണ് തന്നെ വിളിച്ചോണ്ട് വന്നത്. That's where God had called him to be. അതാണ് കാണിപ്പാണ്ടിരിക്കുന്ന ദേശം എന്ന് പറഞ്ഞത്. That was the place that God planned to show him. അതാണ് പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് പറഞ്ഞത്. This is the land of milk and honey. അവിടെ വന്നതിന് ശേഷം ദൈവം പ്രത്യേകമായിട്ട് പറഞ്ഞു, ഇതെല്ലാം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. And after he got there, God said, I have given all of this to you. ദൈവം പറഞ്ഞ ലക്ഷ്യസ്ഥാനത്ത് അബ്രഹാമിനെ കൊണ്ട് എത്തിച്ചതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. We see that God had brought Abraham to the promised destination. അവിടെ 3 കൂട്ടം കാര്യം വായിക്കുന്നുണ്ട്. But there are 3 things we read. ഒന്ന്, അന്യദേശത്ത് എന്ന പോലെ വാഗ്ദത്ത ദേശത്ത് അവൻ പാർത്തു. That he lived in the land of promise as in a foreign land. ഇപ്പൊ വാഗ്ദത്ത ദേശത്ത് വന്നിട്ട് അവൻ പാർക്കുന്നത് ഒരു അന്യദേശത്ത് എന്ന പോലെയാണ്. He is in the land of promise, but he is living like he is in a foreign nation. അബ്രഹാമിന് അറിയാം എന്റെ ദേശം ഇതല്ല. Abraham knows this is not my place. ഇത് താൽക്കാലികമായി ദൈവം എനിക്ക് തന്നിരിക്കുന്നതാണ്. This is a temporary place that God has given me. എന്തുകൊണ്ട് അവൻ അവിടെ അന്യദേശം എന്ന പോലെ താമസിച്ചു? Why did he live as if he was in a foreign land? കാരണം എനിക്ക് വേറൊരു ദേശം ഉണ്ടെന്നുള്ള ബോധ്യം അവനുണ്ടായി. Because he knew that there was another place that God had prepared for him. ഇന്ന് പലകാലം ഞാനൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കട്ടെ, നമുക്ക് ലഭിക്കാനിരിക്കുന്ന ദേശം എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്ന ദേശമാണ്. Let me remind you that the city that we are going to get, the place we are going to get, it is one that will last forever. ഞാൻ മുമ്പേക്ക് പറഞ്ഞൊരു ഉദാഹരണം ഞാൻ അതേ പറയാനൊക്കെ ആഗ്രഹിക്കുന്നു. I want to give an example that I've stated here before. എംപയർ ബിൽഡിങ്ങിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. We know about the Empire Building. ആ ബിൽഡിങ്ങിൽ കയറാത്തവർ ആരും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. I don't think there's anybody here that has not got on top of the Empire Building. ഞാനും ആ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയതാണ്. I have also been on top of it. അതേ പണിയുന്നതിന് മുൻപ് അതിലേക്ക് ആൾക്കാരെ തെരഞ്ഞെടുത്തപ്പോൾ എഞ്ചിനീയേഴ്സിനെ വിളിച്ചു കൂട്ടിട്ട് അവരാവശ്യപ്പെട്ടത് ഒരിക്കലും ഇളകാത്ത ഒരു അടിസ്ഥാനം നിങ്ങൾ കണ്ടുപിടിക്കണമെന്നാണ്. And before they built the place, they called the engineers and they said, you need to find a foundation that can never be shaken. എല്ലാ എഞ്ചിനീയേഴ്സിനെയും വിളിച്ചു കൂട്ടി All the engineers gathered there. ഒരു കാലത്തും ഇളകാത്ത ഒരു അടിസ്ഥാനം നിങ്ങൾ കണ്ടുപിടിച്ച് ഒരു ബിൽഡിംഗ് പണിയണം. A foundation that can be set on an unshakable place. You need to find it, and then we need to build this building there. അതിനെക്കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ അതിന്റെ അകത്ത് ദൈവഭക്തന്മാരായ പെന്തക്കോസ്റ്റ് എഞ്ചിനീയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. And when I read and studied it, there were Pentecostal engineers that were part of this. അവർ വളരെ ആലോചിച്ച് വളരെ കാലത്തെ പണിയെടുത്ത് ഒരു അടിസ്ഥാനം കണ്ടുപിടിച്ചു. They studied extensively and they found a location to set the foundation. എന്നിട്ട് അവർ കൊടുത്ത റിപ്പോർട്ട് ഇങ്ങനെയാണ്. And this is the report they gave. ഭൂമിയുള്ള കാലത്തോളം ഇളകാത്ത ഒരു അടിസ്ഥാനം ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. We have found a place that will not be shaken as long as the earth lasts. അന്ന് അവർക്കൊരു കാര്യം ഉറപ്പുണ്ട്. Because they were sure about something, ഈ ഭൂമിക്ക് ഇളക്കം വരും. that this earth can be shaken. ഇതൊന്ന് ഇളകി കഴിഞ്ഞാൽ ഈ എംപയർ ബിൽഡിംഗ് എല്ലാം താഴെ പോകും. That if the earth shakes, this Empire Building and everything there will come down. എത്ര ഉയരത്തിൽ പണിതാലും അതിനെല്ലാം ഒരു അന്തമുണ്ട്, അത് ഇളകിപ്പോകും. No matter how you lift up a building, there is an end to it. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ലോകമുള്ള കാലത്തോളം ഒരു കാലത്തും ഇളകിപ്പോകാത്ത ഒരു അടിസ്ഥാനം ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. That's why they said we have found a location as long as this world lasts, a foundation that will last. ഇന്ന് നമ്മൾ താമസിക്കുന്ന ഭവനങ്ങൾ, ഇന്ന് നമ്മൾ താമസിക്കുന്ന ദേശം, ഇന്ന് താമസിക്കുന്ന നമ്മുടെ ഈ ലോകം, ഇതെല്ലാം ഇളകിപ്പോകുന്നതാണ്. The home you reside in, the city you live in, the world that you inhabit in, all of this will shake. നമുക്ക് സ്ഥിരമായ ഒരു വീടില്ല. You do not have a permanent dwelling. എത്ര മനോഹരമായ വീടുകളാണ് നിങ്ങൾ പാർക്കുന്നെങ്കിലും ഇതെല്ലാം ഇളകിപ്പോകുന്നതാണ്. All the homes that you are staying in are beautiful, but this will shake. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്,
ഞാനിവിടെ താമസിക്കുന്നെങ്കിലും ഞാനൊരു അന്യനാണ്, ഞാനൊരു പരദേശിയാണ്. So you should remember to yourself that while I live here, I am a stranger, I am an exile in this land. അബ്രഹാമിന് ആ വിശ്വാസം ഉണ്ടായിരുന്നു. And Abraham had this faith. അബ്രഹാമിന്റെ ഭാര്യ സാറ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഹിബിയുടെ ദേശത്ത് പാർക്കുന്ന സന്ദർഭത്തിൽ അവളെ അടക്കാൻ തക്കവണ്ണം ഒരു സ്ഥലം തനിക്ക് ലഭിക്കാതെ വന്നു. When Abraham's wife passed away, while he was staying in the land of the Hivites, he could not find a place to bury his wife. അവൻ ഹിബിയുടെ ദേശത്ത് താമസിക്കുകയാണ്. He is living in the land of the Hivites. അപ്പോൾ ഹിബിയരോട് അബ്രഹാം സംസാരിച്ച ഒരു സംസാരം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. And so we read about this dialogue and the conversation Abraham had with those ഞാൻ people. പറഞ്ഞത് ഞാൻ വളരെ ദുഃഖിതനായിരിക്കുന്നു. He said, I am sad. എന്റെ കൂട്ടാളിയായ ഭാര്യ സാറ മരിച്ചുപോയി. My partner Sarah has died. എനിക്ക് അവളെ അടക്കാൻ തക്കവണ്ണം ഒരു സ്ഥലമില്ല. I do not have a place to bury her. അതുകൊണ്ട് നിങ്ങൾ മക്പേല ആ ഗുഹ എനിക്ക് തരണം. So I need you to give me the cave of Machpelah. എന്നിട്ട് അബ്രഹാം പറഞ്ഞ അടുത്ത വാചകം ഇങ്ങനെയാണ്, And the next thing he says, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് പാർക്കുന്നെങ്കിലും ഞാനൊരു അന്യനാണ്, even though I live amongst you, I'm a stranger. ഞാനൊരു പരദേശിയാണ്. I'm a stranger and an exile. അബ്രഹാമിന്റെ ആ വർത്താനം നിങ്ങൾ കേട്ടോ? Listen to what he's saying. ഞാൻ നിങ്ങളുടെ ഇടയിൽ താമസിക്കുന്നു, I live amongst you, പക്ഷേ ഞാനൊരു അന്യനാണ്, but I'm a foreigner. ഞാനൊരു പരദേശിയാണ്. I'm a stranger. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. So I need you to do me a favor. ആ മക്പേല ഗുഹ എനിക്ക് തരണം. I need you to give me that cave of Machpelah. ഉടനെ ഹിബിയർ കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? And so the response those people വിളിച്ച gave, വിളി എങ്ങനെയാണെന്നറിയാമോ? how they addressed him, യജമാനനെ. Master. എനിക്ക് ആ വാചകം എന്നെ കോരിത്തരിക്കാറുണ്ട്. And that fires me up when I think about that. യജമാനനെ, Master, നീ ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രഭുവിനെ പോലാകുന്നു. you are like a prince among us. നോക്കണമേ, അന്യദേശത്ത് പരദേശിയായി പാർക്കുന്ന ദേശത്ത് അവിടെയുള്ള ഗീവരുടെ ആ പ്രഭുക്കന്മാരുടെ ഇടയിൽ അവൻ ഒരു പ്രഭുവിനെ പോലെ കാണത്തക്കണം അവന്റെ ജീവിതം മാന്യമായിരുന്നു. Can you imagine the life of Abraham, how it was for those people that were living there to see the lords that were living there, to see him as a prince above all of them? അവർ വിളിക്കുന്ന വിളി വളരെ ബഹുമാനത്തോടാണ് വിളിക്കുന്നത്. Respectfully they address him, യജമാനനെ. Master. ഉടനെ അവർ പറഞ്ഞു, നീ അത് എടുത്തുകൊള്ളാൻ പറഞ്ഞു. And they said, why don't you just take the cave? അബ്രഹാം പറഞ്ഞു, എനിക്ക് വെറുതെ വേണ്ട. And Abraham said, I don't want it as a gift. ഞാൻ അതിന്റെ പണം തരാം. I will pay for it. അവർ പണം വേണ്ടെന്ന് പറഞ്ഞു. They said, we don't want the money. അബ്രഹാമിന്റെ നിർബന്ധത്തിൽ ആ പണം അവരെ ഏൽപ്പിച്ചിട്ടാണ് ആ മക്പേല ഗുഹ എടുത്തത്. But because of the compulsion of Abraham, they took the money he gave, and then he got the cave of Machpelah. ഈ അബ്രഹാമിന്റെ ജീവിതത്തിൽ വലിയ ഒരു ഒലച്ചിൽ, ഒരു വിഷമം തട്ടിയ ഒരു സന്ദർഭമുണ്ട്. In the life of Abraham, there was a time when there was an issue that he faced. താൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ When he got out, തന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട തന്റെ സഹോദരന്റെ മകൻ ലോത്തും കൂടെ ഉണ്ടായിരുന്നു. his brother's son Lot was also with him. അവർ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്. And they are traveling together. അതെ, അവനെ വിട്ടുപിരിഞ്ഞ് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ് ലോത്ത് സോദോമിലേക്ക് പോയ ഒരു സന്ദർഭമുണ്ട്. And there was a moment when Lot separated himself from Abraham and went and resided in Sodom. അവൻ അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്തത്? What did he do after he reached there? യോർദാന്റെ നീരൊഴുക്കുള്ള പ്രദേശം തെരഞ്ഞെടുത്തിട്ട് When he took all the fertile land by Jordan, അവിടെ വലിയൊരു ബംഗ്ലാവൊക്കെ പണിതു. he built a big mansion. എന്റെ മക്കൾ 2 പെൺമക്കളാണുള്ളത്. അവരൊക്കെ അവിടുത്തെ ആ സോദോമിലെ ആ ലോകപ്രകാരമുള്ള അതേ പദ്ധതിയിലേക്കെല്ലാം പ്രവേശിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. And you see his daughters being risen to the greatest realms in that time of Sodom. അവനവിടെ താമസിക്കുമ്പോൾ തന്നെ നല്ലൊരു ജോലി തനിക്ക് ലഭിച്ചെങ്കിലും തന്റെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. Even though he got a great job in the land of Sodom, he did not have peace. അവന്റെ മനം നൊന്തു എന്നാണ് വായിക്കുന്നത്. We see that his heart was hurt. അത് പത്രോസാണ് തന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. And Peter describes that in his book. അവൻ നൊന്തും കരഞ്ഞും കൊണ്ടാണ് അവിടെ ആ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. With pain and with tears, he did his job. ലോത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. In the life of Lot, a big problem came. ആ ദേശത്തിലെ അതേ ദേശനിവാസികൾ മഹാപാപികളായിരുന്നു. The inhabitants of Sodom were great sinners. 2 ദൂതന്മാർ അവരുടെ വീട്ടിൽ കടന്നു വന്നു എന്നറിഞ്ഞപ്പോൾ ആ ദൂതന്മാരെ ആക്രമിക്കാൻ തക്കവണ്ണം ആ ദേശവാസികളെല്ലാം ഒത്തുകൂടി സന്ദർഭം നിങ്ങൾക്ക് അറിയാം. You know about the time when 2 angels came to his house, where the inhabitants of that land came after that angels to attack them. അപ്പൊ അതേ ലോത്തിനോട് എന്ന് പറഞ്ഞു, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന
ആ പുരുഷന്മാരെ വിട്ടുതരിക. And they came to his house and said, the 2 men that have come to your house, let them go. ഞങ്ങൾക്ക് അവരെ ഉപദ്രവിക്കണം. We want to harm them. ഉടനെ ലോത്ത് ന്യായം പറയാൻ തക്കണം ഇറങ്ങി അതേ പടിവാതിക്കലേക്ക് ഇറങ്ങിച്ചെന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. You know how Lot stepped into the gates of his house to explain to them what was going on. ഇവൻ എന്തൊരുത്തനാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. I've thought about it, what kind of a man he is. അവർ പറയുന്നത് നിന്റെ വീട്ടിൽ വന്ന ആ പുരുഷന്മാരെ വിട്ടുതരിക. And they say, the 2 men that have come to your house, let them go. അവൻ കൊടുത്ത മറുപടി നിങ്ങൾ എങ്ങനെ അവരോട് ചെയ്യരുതേ. And he says, you should not do that to him. അവരെന്റെ വീട്ടിൽ രാപാർക്കാൻ കടന്നു വന്നല്ലയോ. They just came to stay in my home അത് temporarily. പറഞ്ഞ വാചകം എനിക്ക് ലോത്തിനോട് ഒട്ടും കൂട്ടിയേരാൻ തക്ക നോക്കത്തില്ല. And the next words that he says, I cannot join with Lot at all. എനിക്ക് 2 പുത്രിമാരെ ഉണ്ട്, ഞാൻ അവരെ വേണേ വിട്ടുതരാം. He said, I have 2 daughters, I will give them to you. പലപ്പോഴും ഞാൻ ഒരു അപ്പന് പറയാൻ കൊള്ളാവുന്ന വാക്കാണോ അത്? I have thought about how can a father say something like that. അത്രമാത്രം അവന്റെ ജീവിതം കുഴഞ്ഞു കിടക്കുകയാണ്. That's how much his life has come under attack. വീണ്ടും ലോത്ത് ന്യായം പറഞ്ഞു, ഈ പുരുഷന്മാരോട് നിങ്ങൾ ഒന്നും ചെയ്യരുത്. And even then Lot comes back and says, do not harm these men. അവർ കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? The response they gave, പരദേശി നീ മാറി നിൽക്കേ. that foreigners stand apart. അവൻ പരദേശി അല്ലെന്ന് പറഞ്ഞു. അതെ, സോദോമിൽ അവൻ സ്ഥിരം താമസിച്ച് ബംഗ്ലാവ് പണിത് താമസിക്കുകയായിരുന്നു. But Lot was leading a life not as a foreigner but as a native person. They're building a mansion and living in that place. ഞാനിവിടെ പരദേശിയാന്ന് അവൻ പറയുന്നില്ല. He is not saying that I'm a foreigner in this land. ഞാനിവിടെ അന്യനാന്ന് പറയുന്നില്ല. He is not saying I am a stranger here. എന്നാൽ ലോകം അവനോട് പറഞ്ഞു, പരദേശി നീ പോ. But the world looked at him and said, foreigners, stand apart. നീ ഞങ്ങളുടെ അന്യനാണ്. You are a stranger among us. നിനക്ക് ഇവിടെ ഒന്നും പറയാൻ തക്ക അധികാരമില്ല. You do not have the authority to say anything. അവൻ പരദേശിയാണെന്നുള്ള കാര്യം അവൻ മറന്നുപോയി. He forgot who he was, that he was a foreigner in that land. ആ കൂട്ടായ്മ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ, ആരാധന ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ അവനെപ്പോഴും അതേ ഒരു ചിന്ത അബ്രഹാമിനോട് താമസിച്ചപ്പോൾ അതെ ഞാൻ പരദേശിയാന്നുള്ള ചിന്ത അവനുണ്ടായിരുന്നു. When he lived with Abraham and worshipped with him and lived with him, he had this thought that he was a stranger and a foreigner. എന്നാൽ ഈ ലോകത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, സോദോമിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവന്റെ പ്രത്യാശ എല്ലാം നഷ്ടപ്പെട്ടു പോയി. But when he got out into the world, into the land of Sodom, he lost his hope. ഇന്ന് ലോകം പറയുന്നു നീ ഇവിടെ അന്യനാണ്. But the world is now calling him, you are a stranger. അവനെ ആട്ടിക്കളയാണ്. And he is being shaken out. എന്നാൽ ഒരു അന്യദേശത്ത് എന്ന പോലെ താമസിക്കുന്ന അബ്രഹാമിനെ ലോകം വിളിക്കുന്നത് യജമാനനെ. But to Abraham, who is living as if in a foreign land, the people around him are calling him master. നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാണ്. You are like a prince of God amongst us. ഇന്ന് പലകാലം ദൈവത്തിന്റെ പൈതലെ നമ്മൾ ഈ ലോകത്തിൽ താമസിക്കുന്ന കാലത്തോളം നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകരുത്. Dear child of God, as long as you live in this world, do not get into the world. നമ്മൾ ഈ ലോകക്കാരെ പോലെ ജീവിക്കാനുള്ളവരല്ല. You are not called to live like the people of this world. നമ്മുടെ ജീവിതം എത്ര ആത്മീയമായും ഭൗതികമായും വർദ്ധിച്ചാലും നമ്മൾ അന്യനാണ്, പരദേശിയാണ്, എന്റെ ഭവനം ഇവിടെ അല്ല എന്നൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. No matter how much you rise up, both financially or spiritually, always remember this, that you are a stranger, you are a foreigner in this land. വള്ളം ബോട്ട് വെള്ളത്തിൽ കൂടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. Imagine a boat that's going through the waters. നമ്മളെല്ലാവരും ഈ ലോകമാകുന്ന വെള്ളത്തിൽ കൂടാണ് സഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. You are traveling through the water that is this world. എന്നാൽ വള്ളത്തിന്റെ അകത്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ ബോട്ട് മുങ്ങിപ്പോകും. But if the water gets into that boat will sink. നമ്മുടെ ഉള്ളിലേക്ക് ഈ ലോകം കയറി വരാതെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. You need to guard your life in a way that this world does not seep into your heart. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. The world and the lust of this world, it'll pass away. എന്നാൽ ദൈവം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. But those that does the will of God will live forever. അബ്രഹാം അതേ വാഗ്ദത്ത ദേശം, നിങ്ങൾ ചിന്തിക്കണം, വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ പാർത്തു. Understand this, Abraham, while he was living in the land of promise, he lived as if he was in a foreign land. എന്റെ എബ്രായത്തിൽ അവസാനത്തെ പ്രസംഗത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ ലോകം നമ്മളിൽ പ്രവേശിക്കാതെ ഞാൻ അന്യനാണ്, ഞാനൊരു പരദേശിയാണ്, എന്റെ വീട് ഇവിടെ അല്ല എന്നൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. In my last message from the book of Hebrews chapter 11, I want you to remember this: the world should not seep into you. You should live as if you are a stranger and a foreigner in this land. ഇന്ന് ലോകം കിടക്കുന്നത് ആകാശത്ത് കൂടി പറക്കുന്ന വിമാനം ഉണ്ടല്ലോ, തകർന്നു പോകാൻ നിൽക്കുന്ന പോലാണ് ഇന്ന് ലോകത്തിന്റെ പോക്ക്.
The world is existing in a manner like an airplane that is traveling through the skies that is not destroyed yet. നമ്മളെല്ലാവരും പ്ലെയിനിൽ യാത്ര ചെയ്യുന്നവരാണല്ലോ. We all travel by plane. അങ്ങനെ നമ്മളിങ്ങനെ അതേ ആ ഇന്ത്യയിലേക്ക് അങ്ങനെ ഈ ജംബോ പ്ലെയിനിൽ ഇങ്ങനെ പോകാന്ന് വിചാരിക്കട്ടെ. Imagine that you're going on a jumbo jet to India. അങ്ങനെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ And as you're traveling, പൈലറ്റ് വിളിച്ചു പറയുന്നു പ്ലെയിനിന്റെ എഞ്ചിൻ എല്ലാം തകർന്നു. and the pilot is calling out and said that the engines of the plane have stopped. നമ്മുടെ പ്ലെയിൻ തകർന്ന് നമ്മളെല്ലാം തീരാൻ പോവുകയാണ്. The plane is going to be destroyed and we are going to end here. അപ്പൊ ഇഷ്ടംപോലെ പണമുള്ള മില്ലേനിയേഴ്സ് അതിന്റെ അകത്തിരിപ്പുണ്ട്. So imagine there's a lot of millionaires that are in that plane. അപ്പൊ അതിലൊരു മില്യന്റെ എന്നോട് പറയാന്നിരിക്കട്ടെ. Imagine that millionaire is telling me, ആർ ഈ പാസ്റ്റർ? are you a pastor? നീ പാസ്റ്ററാണോ? Are you a pastor? അതെ എന്റെ കയ്യില് ആ $10 million ഉണ്ട്, അത് ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. I have $10 million with me. I'm going to give it to you. എല്ലാരും താഴെ വീഴാൻ പോവുക. Everyone is about to fall down. അമേരിക്ക ജീവനോട് നിന്ന സന്ദർഭത്തിൽ അത് ആ പാസ്റ്റർമാർക്ക് പൈസ കൊടുക്കാത്തവൻ ഇപ്പോൾ പ്ലെയിൻ തകരുന്നു മനസ്സിലായപ്പോൾ എനിക്ക് തരാൻ പോകുന്നു. Yeah, the same man while he was living in America, the same guy who would not give money to a pastor, now at the point of destruction is about to give money to me. അദ്ദേഹം പറയുന്നു നിങ്ങൾ ചർച്ചക്കോട് ഈ ഒരു വീട്ടിലെ ബൈസ്കൂൾ എന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ, അതിലേക്കുള്ള ഡൊണേഷനാ. And that person is telling me, you are conducting a Heavenly Home Bible School. I'm going to give this 10 million as a donation to that Bible school. ഞാൻ എന്താണ് മറുപടി കൊടുക്കാൻ പോകുന്നത്? What response would I give to that person? എനിക്ക് ആ പണം വേണ്ട. My friend, I don't need your money. ഞാനും തീരാൻ പോവുകയാണ്. I'm also going to end in this ഇന്ന് place. ലോകം മുഴുവൻ തകരാൻ പോകുന്ന പോലെ പ്ലെയിനിൽ യാത്ര ചെയ്ത് പ്ലെയിൻ തകർന്ന് കടലിൽ വീഴാൻ പോകുന്ന പോലാണ് ഇന്ന് ലോകത്തിന്റെ നിലനിൽപ്പെന്ന് ദൈവമക്കൾ ഓർത്തുകൊള്ളണം. Child of God, you should remember this world is as if like a plane that is traveling that's about to be destroyed and fall into the sea. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. There is not a city here that will last. നിങ്ങൾ തുർക്കിയിൽ മറ്റ് നടന്ന സംഭവം നിങ്ങൾ ഓർത്തു നോക്ക്. Remember what happened, the events that happened in Turkey. എത്ര വലിയ പണക്കാർ അതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. There were so many rich people. ഇത്രയും കഠിന ദാരിദ്ര്യം അനുഭവിക്കുന്ന There പ്രിയപ്പെട്ടുണ്ടായിരുന്നു. was also people that were at the brink of poverty. എല്ലാം ഒരുപോലെ. Everyone was equal. കഴിഞ്ഞ ദിവസം പാസ്റ്റർ കോശി വൈദ്യൻ അതേ പ്രസംഗിച്ച അത് 3 മിനിറ്റിന്റെ ഒരു വീഡിയോ എനിക്ക് കിട്ടുകയുണ്ടായി. I was able to get a 3-minute video of a small message by Pastor Koshi Vaidyan. തന്റെ കരളിന്റെ ശസ്ത്രക്രിയ എല്ലാം കഴിഞ്ഞ് കരൾ മാറ്റി വെച്ച ആളാണ്. His liver was transplanted. മരണത്തോട് മല്ലടി ചേർന്നാണ്. He was fighting, he was close to death. അനേകരുടെ പ്രാർത്ഥന കൊണ്ട് താൻ അത് രക്ഷപ്പെടുകയായിരുന്നു. And with the prayers of many, he escaped that. ആ ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാം മനോഹരമായി നടക്കാൻ ഇടയായി. And his liver transplant was done beautifully. അദ്ദേഹം പറഞ്ഞ വാചകം ഇങ്ങനെയാണ്. The words he said. ഇന്ന് ഓരോരുത്തരും സഭയുടെ പ്രസിഡന്റ് ആകുവാനും ഓവർസർ ആകുവാനും സൂപ്രണ്ട് ആകുവാനും ഭയങ്കര മല്ലടിക്കുന്നു. And he said many are fighting to be the president, the superintendent of a church. എന്നാൽ ഇവനൊക്കെ ഇന്ന് ചത്തു കഴിയുമ്പോൾ But when that person dies, അവനെ പെട്ടിക്കകത്തുകൊണ്ട് വെക്കാനാണെന്നുള്ള ഒരു ചിന്ത അവർക്കില്ല. he does not have the thought that he was supposed to be put into a casket. മത്സരം നടക്കുകയാണ്. There is competition. പെട്ടിക്കകത്തായി കഴിയുമ്പോൾ When he is in that casket, എന്താണ് അവനെ കുറിച്ച് പറയാനുള്ളത്? what will be said about him? ശവം കിടക്കുന്നു. There's the dead body. ഒരൊറ്റ നിമിഷം പോലും വെച്ചോണ്ടിരിക്കാൻ സമ്മതിക്കത്തില്ല. That body cannot be kept for one more moment. അത് സൂപ്രണ്ട് ആണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും ലോകത്തിലെ വലിയ ഏത് നേതാവാണെങ്കിലും അവരുടെ അന്ത്യം അപ്രകാരമാണ്. No matter if it's the president of the United States, the superintendent of a church, or no matter which big leader, their state will be the same at the end. ഞാൻ ബേബിച്ചാന്റെ ഭവനത്തിൽ പോയി ഞങ്ങൾ അല്പസമയം കുറെ സമയം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. Yesterday I went to Baby Chan's house and for some time we started to talk. അപ്പം ബേബിച്ചാൻ എന്നോട് വളരെ ഹൃദ്യമായി സംസാരിച്ചു. And so Baby Chan talked to me very intently. പാസ്റ്റർ മാമ മരിച്ചത് ഇപ്പൊ എല്ലാരും അങ്ങ് മറന്നു. And he said everyone has forgotten that Pastor Mama passed ആ away. പറഞ്ഞ സമയത്തൊക്കെ എന്നോട് ഭയങ്കരം അതേ സഹതാപവും അലിവും ഒക്കെ ഉണ്ടായിരുന്നു. And at that time he's saying with a lot of compassion. ആദ്യ സ്റ്റേജ് മാറി ഇപ്പൊ ഗ്രേഡ് അല്പം കുറഞ്ഞു. And my initial situation is past and I'm past that. എന്നിട്ട് ബേബിച്ചാൻ പറഞ്ഞ വാചകം എന്താണെന്നറിയാമോ? And the next words that Baby Chan said. പാസ്റ്ററുടെ ജീവിതത്തിൽ ഒരിക്കലും ആ അനുഭവം മാറിപ്പോകാൻ പോകുന്നില്ല. But Pastor, that experience in your life will never go away. പാസ്റ്റർ മക്കളും അത് ഓർത്തോണ്ടിരിക്കും. Pastor, you and your children will always remember it. പറഞ്ഞു ബേബിച്ച അങ്ങനെ തന്നെയാണ്.
And I told Baby Chan, that's exactly how it is. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാണ്. The lifespan of a man is like a grass. വയലിലെ പൂ പോലെ പൂക്കുന്നു. Like the flower in the field, it blooms. കാറ്റതന്മേ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു. And when the wind passes over it, it doesn't cease to exist. അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. And then that place will no longer know it. മൂന്ന് കൂട്ടം കാര്യം ഓർപ്പിക്കാനാണ് ഞാൻ വന്നത്. 3 things I want you to ഒന്ന് remember. വാഗ്ദത്തദേശം അവൻ അന്യദേശം എന്ന് പോലെ താമസിച്ചു. In the land of promise, Abraham lived as if in a foreign land. നമ്മൾ ഉത്തമഗീതം വായിക്കുമ്പോൾ ശൂലേമിയെ കുറിച്ച് ഒന്ന് കേട്ടാൽ മതി. We'll just think about the Shulamite in Songs of Solomon. നിങ്ങൾ ഉത്തമഗീതം ഒക്കെ ഒന്ന് വായിക്കണം കേട്ടോ. You know, you should read Songs of അല്ലെങ്കിൽ Solomon. ഉത്തമഗീതം വായിക്കുമ്പോൾ അങ്ങ് വായിക്കുന്നില്ല വെച്ച് മാറ്റിക്കളയാ. Some people, when they read Songs of Solomon, they just go, I'm not going to read ഒരു it. ആത്മീയ ചിന്ത വേണം അത് വായിക്കാൻ. You should read it through the spiritual lens. ശൂലേമി ഒരു സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു. Shulamite was a beautiful woman. അവളെ കണ്ടാൽ ആരും ഒന്ന് നോക്കും. Anyone who looks at her will look at her again. ശലോമോൻ അന്ന് യെരുശലേമിൽ അതേ വാണുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. A time when Solomon was reigning over Jerusalem. അതെ, ഒരു ദിവസം ശലോമോൻ ശൂനേം നഗരത്തിൽ കൂടെ ഒരു എഴുന്നള്ളത്ത് നടത്തിയാൽ നമുക്ക് കാണുവാൻ കഴിയും. And we see that Solomon was going through the land of Shulam. ആ ശൂനേം പട്ടണത്തിലുള്ള ആൾക്കാരെല്ലാം ഇളകി. And all the people in Shulam got excited. ഈ രാജാവിനെ മഹാരാജാവിനെ ഒന്ന് കാണാൻ എല്ലാവരും വന്ന് കൂടിയിരിക്കുകയാണ്. And everyone had gathered there to see this great king. റോഡിന്റെ രണ്ടു വശത്തും ആൾക്കാർ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. And on both sides of the roads, people have gathered. നമ്മുടെ ശൂലേമി ആടിനെ തീറ്റുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. And Shulamite woman, she was one that was she was a shepherd. അവിടെ വന്നിരിക്കുന്ന സകല പെൺകുട്ടികളെക്കാളും അതിസുന്ദരിയായ ഒരു പെൺകുട്ടി. And out of all the girls that were gathered there, she was the most beautiful one. അവൾക്ക് ആഗ്രഹം തോന്നി. And she also had this desire. ഈ ശലോമോനെ ഒന്ന് കാണണം. I want to see this Solomon. അവളൊരു പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് And she wore a dress. അവളും റോഡിന്റെ ഒരു സൈഡിൽ പോയി ഇങ്ങനെ നിൽക്കുകയാണ്. And she's standing on the side of the road. അപ്പോഴാണ് ശലോമോൻ ഇങ്ങനെ മഹാ എഴുന്നള്ളത്ത് നടത്തുകയാണ്. And that's when Solomon is coming through. എല്ലാവരും നമസ്തേ പറഞ്ഞ കൂട്ടത്തിൽ ജനമിളകി. അത് നമ്മുടെ ശൂലേമി ഒരു നമസ്തേ പറഞ്ഞു. When everyone said namaste to him, even the Shulamite girl, she also said namaste. ശലോമോൻ രാജാവിന്റെ ശ്രദ്ധ മാറി. And Solomon's attention ഈ went away. പെൺകുട്ടിയുടെ മേൽ തന്റെ ദൃഷ്ടി പതിപ്പിച്ചു. And his sight was set on this girl. അവളെ വിവാഹം കഴിച്ചാൽ കൊള്ളാന്നുള്ള ആഗ്രഹം തോന്നി. And he had a desire to marry that girl. അതേ ശലോമോൻ കൊട്ടാരത്തിൽ ചെന്നതിന് ശേഷം സ്വസ്ഥതയില്ല. ഞാൻ ഓടിച്ചു പറയാണ്. And he went to his palace and he cannot stand still. ഒരു ദിവസം 3-4 പട്ടാളക്കാർ കുതിരപ്പുറത്ത് ശൂലേമിയുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ വാതുക്കെ വന്ന് നിൽക്കുകയാണ്. And 3 to 5 soldiers came to the Shulamite girl's house and they're standing at the door. അന്നേരം ഈ പെൺകുട്ടി അവിടെ ഇല്ല. This girl's not there. ആടിനെ തീറ്റാൻ പോയിരിക്കുകയാണ്. Went to give feed to the sheep. തനിക്ക് 3-4 ആങ്ങളമാരുണ്ട്. She had 3 or 4 brothers. അവരെല്ലാം വലിയ ആരോഗ്യവാന്മാരാണ്. And they are men of great courage. ഇവരെല്ലാം പട്ടിണി കഴിയുന്ന ആൾക്കാരാണ്. But they were all people that were hungry. ശലോമോന്റെ പട്ടാളക്കാർ വീടിന്റെ പടിവാതിൽക്ക് വന്ന് ഇങ്ങനെ കുതിരപ്പുറത്ത് വന്ന് ഇങ്ങനെ They were starving while these soldiers came to see them. ആങ്ങളമാർ പേടിച്ചു പോയി. And the brothers got scared. എന്താ സംഭവം എന്നറിയാമല്ല. They don't know what happened. അവർ വന്ന് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടോ? Is there a girl in your house? They asked. അതെ, അവർ പേടിച്ചു പറഞ്ഞു അവൾ എന്തോ ആടിനെ തീറ്റാൻ പോയപ്പോ എന്തോ കുരുത്തക്കേട് കാണിച്ചു എന്നവർക്ക് ഒരു ബോധ്യം ഉണ്ടായി. And so they must have thought that when she went to feed the sheep, she must have done something foolish. ആ പെൺകുട്ടിയെ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. And they said, we want to see that girl. അതെ, അവൾ ഇവിടെ ആടിനെ തീറ്റാൻ പോയെന്ന് പറഞ്ഞു. And she's not here. She went to feed the sheep. കഴിഞ്ഞ ദിവസം രാജാവ് എഴുന്നള്ളത്ത് നടത്തിയപ്പോൾ ഈ പെൺകുട്ടിയും ശലോമോൻ രാജാവിനെ കാണാൻ വന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞു. We heard that she came to see King Solomon during the time when Solomon was passing through. ശലോമോൻ അവളെ കണ്ടു. Solomon saw her. അവളെ ഇഷ്ടപ്പെട്ടു. He likes her. അവളെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. He wants to marry her. അവളെ റാണിയാക്കാൻ രാജ്ഞിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. And has decided to make her the queen. ലോകത്തിലെ ഏതൊരു പെൺകുട്ടിയാണെങ്കിൽ എടുത്തു ചാടും. No matter which girl it is in this world, they would jump up and down. ജീവിതത്തിന്റെ ഭാരങ്ങൾ മാറുകയാണ്. Because their problems are going to go away. ആങ്ങളമാര് വൈകുന്നേരം പെൺകുട്ടി ആടിനെ കൂടെ തിരിച്ചു വന്നപ്പോൾ നീ എളുപ്പം കുളിച്ചിട്ട് വന്ന് നിനക്കൊരു സന്തോഷ വാർത്ത തരാണ്ടോ എന്ന് പറഞ്ഞു. And when she came in the evening after feeding the sheep, they said, go take a bath, come quickly, we have some good news for അവള് you. പെട്ടെന്ന് കുളിച്ചൊരുങ്ങി വന്നു. She got dressed and she came. അപ്പോൾ ശലോമോൻ രാജാവ് പറഞ്ഞ അവരുടെ പടയാളികൾ പറഞ്ഞ കാര്യം അവളോട് പറഞ്ഞു കേൾപ്പിച്ചു. And then they conveyed to her all the things that the soldiers had said. നമ്മുടെ ദാരിദ്ര്യം മാറാൻ പോവുകയാണ്. Our poverty is going to vanish. നീ അവളെ രാജാവിനെ കല്യാണം കഴിച്ചാൽ ഞങ്ങൾ രാജാവിന്റെ അളിയന്മാരാകാൻ പോവുകയാണ്. If you marry the king, we will become his brother-in-law. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഈ ശൂലേമിക്ക് ഒരു സന്തോഷം ഉണ്ടായില്ല. And Shulamite, this girl was not happy after listening to അവൾ this. പറഞ്ഞ വാചകം എന്തറിയാമോ? The words she said, എനിക്കത് സമ്മതിക്കാൻ ഒക്കത്തില്ല. I cannot agree to this. ഞാൻ ഒരു പ്രാണപ്രിയനുമായി എന്റെ വാക്ക് കൊടുത്തു പോയി. I gave my word to this beloved. ഞാനൊരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ When I was sleeping under the shade of a tree, ഒരു ദുഷ്ടമൃഗം എന്നെ കൊല്ലുവാൻ അടുത്തു വന്നപ്പോൾ when a wild
animal came to attack me. എന്നെ ആ ഇഷ്ടം മൃഗത്തിൽ നിന്ന് വിടുവിച്ച ഒരു ആട്ടിട ചെറുക്കനുണ്ട്. There is a shepherd boy that saved me from that wild animal. ഞാൻ അവനുമായി വാക്ക് കൊടുത്തു പോയി. And I gave my commitment to that എനിക്കത് boy. പിന്തിരിയാനൊക്കെ നോക്കത്തില്ല. And I cannot depart from that commitment. അയ്യോ, ഇവരുടെ ദേഷ്യം ഒന്ന് And കാണണമായിരുന്നു. you should have observed the anger they had. അവളെ വളരെയധികം ഉപദ്രവിച്ചു. And they attacked her. അവൾ പറഞ്ഞ ഒരു വാചകം എന്തറിയാമോ? And the words that she said. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാനുലാകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ലോകത്തിലേക്ക് ഇറങ്ങില്ല കേട്ടോ. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാനുലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കേയില്ല. ഓ സുന്ദരനാമാനോകേര നിന്നെ പിരിഞ്ഞി ലോകയാത്ര ആകൃതേരാം ചാരന്മാരെ വാരിക്കുമോ വത്സലായി മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. എനിക്ക് ആ അടിയോട്ടെ. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണിന് വേണ്ടിയോ, ഈ ലോകത്തിന് വേണ്ടിയോ, അതിനു വേണ്ടി ജീവൻ കളഞ്ഞ് ഈ മാണിക്യമാകുന്ന എന്റെ പ്രിയനെ ഞാൻ കൈവെടിയത്തില്ല. Not for this dirt, not for this world would I reject this beloved that I have committed to. അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. And she got out of that house. കാണുന്നവരൊക്കെ ചോദിക്കും, എന്റെ പ്രിയനെ നിങ്ങൾ കണ്ടുവോ? And to everyone she sees, she goes, have you seen my beloved? അതിൽ കാവൽക്കാർ അവളെ കണ്ടു, അവളെ അടിച്ചു മുറിവേൽപ്പിച്ചെന്നാണ് We വായിക്കുന്നത്. see the gatekeeper saw her and hurt her. എങ്കിലും അവൾ അവളുടെ വിശ്വാസത്തിന് പുറകോട്ട് മാറിയില്ല. But she did not fall away from her faith. ഇന്ന് നോർത്ത് ഇന്ത്യയിലും മറ്റും പലരെയും ഉപദ്രവിച്ച് നഗ്നരാക്കി അടിച്ച് തകർത്ത് ഇട്ടിട്ടും അവര് യേശുവിനെ തള്ളി പറയാതിരിക്കുന്ന എത്രയോ പേരുണ്ട്. There's so many in North India that have been made naked, have been bruised and persecuted, and yet they stand firm in the faith of Jesus. ഇവർക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു. She had a firm faith. എന്റെ മാണിക്യം താമസിയാതെ ഞാൻ കണ്ടുമുട്ടും. I will see my beloved soon. അന്ന് എന്റെ വിവാഹം നടക്കും. And on that day, my wedding would അന്ന് happen. എനിക്ക് സ്ഥിരമായൊരു ദേശമുണ്ടാകും. And on that day, I will get a permanent city. മൂന്നാമതൊരു കൂട്ടരെ കണ്ടു. There was a third group. അവരാണ് യെരൂശലേം പുത്രിമാർ. And they were the daughters of ഇവളെ Jerusalem. എങ്ങനെയെങ്കിലും വശീകരിച്ച് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം ശലോമോൻ പറഞ്ഞു വിട്ട യെരൂശലേം പുത്രിമാർ. The daughters of Jerusalem that were sent by Solomon so that they could deceive her and take her away. അവരുടെ ഡാൻസ് ഒക്കെ കണ്ടാൽ നമ്മൾ നോക്കി നിന്ന് പോകും. And their dances were beautiful. ശൂലമയുടെ അരികിലോട്ടെങ്കിൽ ഡാൻസ് കളിച്ച് വരികയാണ്. They're dancing and approaching the Shulamite girl. അവരെ കണ്ടപ്പോൾ ശൂലമി അവരോടൊരു ചോദ്യം ചോദിച്ചു. And when she saw the daughters of Jerusalem, Shulamite girl asked നിങ്ങൾ the question, ആരെങ്കിലും എന്റെ പ്രിയനെ കണ്ടുവോ? have you seen my beloved? അവർ ചോദ്യം ചോദിച്ചു. And the question they asked, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്താണ് വിശേഷത? what is so great about your beloved relative to other great people? അവൾ പറഞ്ഞു വിശേഷമുണ്ടെന്ന് പറഞ്ഞു. And she said, there is some നിങ്ങൾ greatness. എല്ലാവരും നിങ്ങളുടെ പ്രിയനെ കൊണ്ടുവാ. Why don't you bring all of your beloved? ഞാൻ എന്റെ പ്രിയനെ കൊണ്ടുവരാം. And I will bring mine as well. എന്റെ പ്രിയന് വിശേഷമുണ്ട്. There is something great about അവൻ mine. വെണ്മയും ചുവപ്പുള്ളവൻ. He is white and ruddy അതേ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. and greater than 10,000. 10,000 പേരിൽ ഒരാളെന്നല്ല. Not one among നിങ്ങൾ 10,000. എത്ര പേരെ കൊടുത്താലും അവൻ അതിശ്രേഷ്ഠനാണ്. No matter how many you bring, he is greater than all of അവൾ ഈ them. ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയില്ല. She did not step into the world. അവൾ അന്നേരം അവസാനമായി പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്. The last testimony she gave. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപകൽ. ഒന്നും രണ്ടു ദിവസമല്ല, ചുറ്റും നിന്നു രാപകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദരനാമാലോകേര നിന്നെ പിരിഞ്ഞി ലോകയാത്ര ചാരന്മാരെ വരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയും. ഇല്ല ഞാൻ. ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ദൈവത്തിന്റെ പൈതലേ, ഈ മാണിക്യം നമ്മൾ വെടിയാൻ പാടില്ല. No matter what happens to you, child of God, you should not reject or deny your beloved. നമ്മുടെ ശരീരം മണ്ണാണ്. Your body is nothing but dust. ഇതെല്ലാം മണ്ണിലേക്ക് പോകാനുള്ളതാണ്. It goes into the dirt. എന്ന് നമുക്ക് അകത്തൊരു മനുഷ്യനുണ്ട്. But there is an inner ആ man. മനുഷ്യനാണ് ആ ദേശം പ്രാപിക്കാൻ പോകുന്നത്. It is that inner man that will receive that city. അതേ ഒരു അന്യദേശത്ത് ഒരു പരദേശിയെ പോലെ അബ്രഹാം താമസിച്ചു. He lived in the promised land as if he was in a foreign land. രണ്ടാമത്തെ വിഷയം, Secondly, അവൻ കൂടാരത്തിൽ പാർത്തെന്നാണ്. that he lived in tents. അവന്റെ താമസം കൂടാരത്തിൽ പാർത്തു. That he lived in tents. എന്തുകൊണ്ടാണ് അബ്രഹാം കൂടാരത്തിൽ പാർത്തത്? Why did he live in tents? ലോത്തൊരു ബംഗ്ലാവ് പണിതു.
while Lot built a mansion. അബ്രഹാമിന് പൈസ ഇല്ലഞ്ഞിട്ടാണോ? Is it because Abraham does not have money? അവന് പൈസ ഇഷ്ടം പോലെ ഉണ്ട്. He is a wealthy man. അവൻ അന്നത്തെ ഏറ്റവും മഹാസമ്പന്നനായിരുന്നു. He was one of the wealthiest men then. അവന് വീട് പണിയാൻ നിവൃത്തിയില്ലഞ്ഞിട്ടല്ല. Not because he could not afford to build a house. വീട് പണിയാൻ തക്കുള്ള കഴിവ് അവനുണ്ട്. He has the ability to build a house. എന്നാൽ അവൻ കൂടാരത്തിൽ പാർത്തു. But he lived in tents. അവന്റെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അവന് 318 അഭ്യാസികൾ വീട്ടിൽ ജനിച്ചു വളർന്ന 318 അഭ്യാസികളുണ്ട്. I said the other day that he had 318 men of valor that were trained in his home. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവരുടെ ഭാര്യമാര്, Can you imagine their wives, അവരുടെ മക്കള്, their children, വീട്ടിൽ മറ്റ് ജോലിക്കാര്, and other employees at the home? കുറഞ്ഞ പക്ഷെ 1000 പേര് തന്റെ കൂടെ ഉണ്ട്. At the minimum, he's got 1,000 people at his home. ഇവർക്കെല്ലാം ചെലവിന് അവൻ കൊടുക്കുന്നുണ്ട്. And he's got to take care of all their expenses. അപ്പം അബ്രഹാം, നിങ്ങൾ ഇത് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ അബ്രഹാം എത്ര വലിയ സമ്പന്നനായിരുന്നു. So imagine how rich he was. അവന് വീട് വെക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടായിരുന്നു. Is it because he cannot afford to build a home? അവന് സമ്പത്തുള്ളവനാണ്. He is a man of great wealth. എന്നാൽ അവൻ എങ്ങനെയാണ് താമസിക്കുന്നത് അറിയാമോ? But how did he live? മക്കളായ ഇസ്ഹാക്ക്, യാക്കോബ് ഇവരെല്ലാം കൂടെ ഒന്നിച്ച് കൂടാരത്തിൽ പാർത്തു. He lived in tents with his children Isaac and Jacob. തന്റെ തലമുറയെല്ലാം കൂടാരത്തിൽ പാർത്തു. His entire descendants were in that tent. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു കഴിയുമ്പോൾ മരുഭൂമിയിൽ അവർ കൂടാരങ്ങളിൽ പാർത്തു. We see that the people of Israel, when they left Egypt in the wilderness, they lived in tents. അതിനോടുള്ള ബന്ധത്തിലാണ് കൂടാര പെരുന്നാൾ എന്നൊരു പെരുന്നാൾ എല്ലാ വർഷവും അവർ ഫെസ്റ്റിവൽ ആചരിച്ചുകൊണ്ടിരുന്നത്. That's why there is the festival of the tents that is celebrated every year. എന്റെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. My time's ending here. കൂടാരത്തിൽ പാർത്തു. They lived in tents. എന്നിട്ട് ദൈവശക്തിയായി നിർമ്മിച്ചതും അതേ അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി നോക്കി പാർത്തുകൊണ്ട് അവൻ കൂടാരത്തിൽ പാർത്തു. And he looked forward to the city that has foundations, whose designer and builder was God. നമ്മുടെ ജീവിതം ഒരു കൂടാരമാണ്. Our life is like a tent. നമ്മൾ എല്ലാവരും ചിന്തിക്കണം. Imagine this. നമ്മൾ വീടൊക്കെ പെയിന്റ് അടിച്ച് നല്ല വൃത്തിയാക്കുന്നു. ഞാനും ആക്കിയിട്ടുണ്ട്. We all remodel our house and paint it. I've also done that. ഇനി എത്ര വലിയ വീടെടുത്താലും No matter how big a home you build, ഇതെല്ലാം നമ്മുടെ ഒരു കൂടാരമാണ്. this is all your tent. ഇതെല്ലാം നമ്മൾ ഇട്ടിച്ച് പോയി ഒക്കത്തുള്ളൂ. You're going to leave all that behind and go. നമ്മുടെ ചിന്ത നമുക്കുണ്ടായിരിക്കണം. You should think about that. ഞാൻ ഇവിടെ കൂടാരത്തിൽ പാർക്കുന്നു. I live in a tent here. ഞാനിപ്പോ സുഖമായി താമസിക്കുന്നു എന്നുള്ള ചിന്ത ഞാൻ കളയണം കേട്ടോ. You should take away the thought that I'm living comfortably. ഏത് സമയവും നമ്മുടെ കൂടാരം തകർന്നു പോകുന്ന സമയമുണ്ട്. At any moment, your tent could be destroyed. എന്തുകൊണ്ടാണ് അബ്രഹാം കൂടാരത്തിൽ പാർത്തത്? Why is it that Abraham lived in a tent? എനിക്ക് അപ്പുറത്തായ ഒരു ദേശമുണ്ടെന്നുള്ള, Because he had a city on the other side. എനിക്ക് അവിടെ ഒരു ഭവനമുണ്ടെന്നുള്ളതാണ്. That there is a home on the other side. ഇനി മൂന്നാമത്തെ വിഷയം, Thirdly, ദൈവ നഗരത്തിനായി അവൻ കാത്തിരുന്നു. he looked forward to the city of God. അവൻ ഈ കൂടാരത്തിൽ പാർക്കുമ്പോൾ While he was in this tent, അവനൊരു കാത്തിരിപ്പുണ്ടായിരുന്നു. he was tarrying for something. പരദേശികളായിരിക്കും നമുക്ക് ഈ മൂന്ന് വിഷയം ഉണ്ടായിരിക്കണം. You need to have these three things as foreigners. നമ്മൾ അന്യരാണ്. That you are a stranger. നമ്മളിവിടെ പരദേശിയെ പോലെ താമസിക്കണം. That you live like an exile. അന്യദേശത്ത് എന്ന പോലെ വാക്തദേശത്ത് അവൻ പാർത്തു. That he lived in a ഒരു promised പരദേശിയായി land പാർത്തു. as in a foreign land. രണ്ടാമത് കൂടാരങ്ങളിൽ പാർത്തു. Second, he lived in tents. അതേ, നമ്മളും ഈ കൂടാരം വിട്ടിട്ട് പോകുന്ന ഒരു സന്ദർഭം വരും. There is a moment that you will leave this tent and go. അതിനായി നമ്മൾ കാത്തുകൊണ്ട് പ്രത്യാശയോടെ ജീവിപ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. And may God help you to live in that manner with a blessed hope. നമ്മൾ ഇവിടെ താമസിക്കുമ്പോൾ When you live here, നമുക്കൊരു കാത്തിരിപ്പുണ്ടായിരിക്കണം. you need to be tarrying for something. എന്താണ് ഒന്നാമത്തെ കാത്തിരിപ്പ്? What are you waiting for? ആ കാത്തിരിപ്പിനെ കുറിച്ച് ഞാൻ 3-4 കൂട്ടം കാര്യം പറയാം. I'm going to say 3 things about that waiting. അപ്പോസ്തലപ്രവൃത്തി 1-8 വാക്യം, Acts chapter 1 and verse 8. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോവാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. That you should wait upon the Holy Spirit, the promise that will come upon you. You need to wait on that power. നമ്മളിവിടെ പാർക്കുമ്പോൾ While you wait, നമ്മൾ ദേശത്തേക്ക് പോകാനുള്ളവരാണ്. you are about to go to the city. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മ ശക്തി പ്രാപിപ്പാൻ നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. You need to submit yourself to receive the power of the Holy Spirit. എന്നെ ന്യൂയോർക്കിൽ നിന്ന് പലരും വിളിച്ച് പറയും, ഞാൻ അഭിഷേകം പ്രാപിക്കാൻ പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണം. Many people call me from New York to say, Pastor, please pray for me so that I can be filled with the Holy Spirit. പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? Do you have the desire to be baptized in the Holy നിങ്ങൾ Spirit? അതിനുവേണ്ടി കാത്തിരിക്കണം. Are you waiting for it? രണ്ടാമത്തെ കാത്തിരിപ്പ്, Secondly, ഫിലിപ്പിയ ലേഖനം 3-ാം 20-21 വാക്യം, Philippians chapter 3 verse 20 and 21. നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു. Our citizenship is in heaven. അവിടുത്തെ കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. And that we should wait for our Savior and the Lord Jesus to come from there. എന്തൊരു വലിയ കാത്തിരിപ്പാണ്. What a great waiting. രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കുന്നു. That he would come back as the Savior. You're waiting for this. ഈ ബറോഡായില് ഒരു
ഹാർട്ടിന്റെ ഒരു വലിയ ഡോക്ടറുണ്ട്. There is there used to be a big cardiologist in Baroda, അദ്ദേഹം വളരെ ഫേമസ് ആണ്. and he's a famous cardiologist. അദ്ദേഹത്തിന്റെ കീഴിൽ അനേക ജൂനിയർ ഡോക്ടർമാരുണ്ട്. And there are many junior doctors below him. ഏറ്റവും മേജർ കേസ് മാത്രമേ ഈ ഡോക്ടർ മേത്ത എടുക്കത്തുള്ളൂ. Dr. Matha would only take a major cardiology case. അങ്ങനെ ഇരിക്കുമ്പോൾ ഏറ്റവും വഷളായ ഒരു കേസ് തന്റെ ഒരിക്കൽ കടന്നു വന്നു. So a really filthy case, a tough case came to him. ഒരു 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് മാതാപിതാക്കൾ അവിടെ കടന്നു വരികയുണ്ടായി. There is a 6-year-old girl that the parents have brought to that hospital. പല ഡോക്ടർമാരെ കാണിച്ചിട്ടും ഒരു വിശേഷവുമില്ല. Many doctors have seen this and there's no use. ഇത് നടന്ന സംഭവമാണ്. This happened. ഈ 6 വയസ്സുള്ള കുട്ടിയുമായിട്ട് കടന്നു വന്നു. They came with the 6-year-old ഒറ്റ daughter. നേട്ടത്തിൽ ഡോക്ടർക്ക് മനസ്സിലായി ഇവിടെ പ്രശ്നം എന്താണ്. But just by looking at the girl, the doctor knew exactly what അവിടെ was wrong. പരിശോധിച്ചപ്പോൾ ഹാർട്ടിന്റെ അകത്ത് ധാരാളം ബ്ലോക്കുകളുണ്ട്. And when she was examined, she had a lot of blocks in her heart. അവരുടെ ഓമന പുത്രിയാണ്. This is their beloved daughter. ഡോക്ടറോട് പറഞ്ഞു ഈ കുട്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു കുട്ടിയാണ്. And the doctor said, she's a blessed child. അവരെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞാണ്. To comfort them, she said, പക്ഷെ ഉടൻ തന്നെ ഒരു സർജറി ആവശ്യമുണ്ട്. but you need a surgery immediately. ആ സർജറിയിൽ ചിലപ്പം ഇവിടെ രക്ഷപ്പെട്ടെന്ന് വന്നേക്കാം. It is possible she may live after that surgery. ചിലപ്പോൾ കൈവിട്ടു പോയെന്ന് വന്നേക്കാം. It is also possible that she would ഈ die. മാതാപിതാക്കൾ വളരെ പ്രാർത്ഥിക്കുന്ന അതേ പ്രാർത്ഥനാ ശീലമുള്ള മാതാപിതാക്കളായിരുന്നു. And these were parents that they had a habit of prayer. ഈ കുട്ടിയെ ദൈവത്തിനും അതേ കുട്ടിയെ ഈശ്വര വിശ്വാസം ദൈവിക വിശ്വാസം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. And they have taught the godly faith to this child. സർജറി ചെയ്തില്ല എങ്കിൽ If you don't do the 3 surgery, മാസം കഴിയുമ്പോൾ ഈ കുട്ടി മരിച്ചു പോകും. 3 months later, this child will die. അവസാനം അവർ സർജറിക്ക് വിധേയപ്പെട്ടേ പറ്റത്തുള്ളൂ. And at the end, you must submit to a surgery. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. Now, this daughter is being entered into the operation room. ഈ ഡോക്ടർക്ക് ആ കുഞ്ഞിനോട് വലിയ വാത്സല്യം തോന്നി. And this doctor was really kind to this അപ്പൊ ഈ girl. പെൺകുട്ടി വളരെ സാമർത്ഥ്യമുള്ള കൊച്ചായിരുന്നു. And so this girl was a smart girl. ഡോക്ടറോട് ചോദിച്ചു എന്നെ സർജറി ചെയ്യാൻ പോവാ അല്ലേ? And asked the doctor, hey, you're going to do the surgery on me. ആണ് മോളെ അതിനെന്താ ഞാൻ സർജറി ചെയ്യാൻ പോവാണ് മോള് നല്ല പോലെ സൗഖ്യമായി തിരിച്ചു വരുമെന്ന് പറഞ്ഞു. And to the girl, he said, yeah, I'm going to do this and you're going to be healed and you're going to come back. എന്നാ ഡോക്ടർ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. There's one question I have for you. സർജറി ചെയ്യുമ്പോൾ എന്റെ ഹാർട്ട് തുറക്കുമല്ലോ. When you do the surgery, you're going to open my heart. എന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ദൈവം ഇരിക്കുന്നത് അതേ ഹൃദയത്തിലാണെന്ന്. And my parents have told me that God exists in your heart. അപ്പോൾ നിങ്ങൾ അതേ ഹാർട്ട് തുറന്നു കഴിയുമ്പോൾ ദൈവത്തെ കാണുമ്പോൾ ദൈവം എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ രക്ഷപ്പെട്ടു കഴിയുമ്പോൾ എന്നോടൊന്ന് പറയണം. And so when you open my heart and you see God, whatever God tells you, when you come back and you tell me what God tells you, ദൈവം നിങ്ങളോട് എന്ത് പറഞ്ഞു എന്നുള്ളത് മാത്രം എന്നോട് പറഞ്ഞാൽ മതി. all you have to tell me is what God told you. എന്റെ അപ്പനും അമ്മയും പറഞ്ഞു ഹൃദയത്തിലാണ് ദൈവം ഇരിക്കുന്നത്. My parents have told me God is in your ആ heart. ദൈവം എന്ത് പറഞ്ഞു എന്നുള്ളത് പറയണം. I need to know what that God tells you. പറയാമെന്ന് പറഞ്ഞു. And he said, I will do that. സർജറി ആരംഭിച്ചു. The surgery began. അതേ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹാർട്ടിന്റെ അകത്തോട്ട് രക്തം വരുന്നില്ല. And after 15-20 minutes, the blood is not coming into the heart. ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം തുന്നിക്കെട്ടി നമ്മുടെ കൈവിട്ട് പോയെന്ന് പറഞ്ഞു. And the doctor said, let's stitch her back up. She's gone. ഈ ഡോക്ടർ മേത്ത ഈ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞ വാചകം ഓർത്തു. And he looked at the face of this girl and he remembered what she had said. ഹാർട്ട് തുറക്കുമ്പോൾ ദൈവം അതിന്റെ അകത്തിരിക്കുന്നല്ലോ ദൈവം എന്ത് പറഞ്ഞു എന്നുള്ളത് എന്നോടൊന്ന് പറയണമേ. Or that when you open my heart, you will see God. Tell me what God tells you. തന്റെ 67-ാമത്തെ വയസ്സിലാണ് ഡോക്ടർ തന്റെ 67-ാമത്തെ വയസ്സിൽ താൻ അവിടെ നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. And at the age of 67, this doctor stands there and prays like this. ദൈവമേ പൈതൽ പറഞ്ഞ വാചകം ഞാൻ ഓർക്കുന്നു നീ ഇവിടെ ഒന്ന് പ്രവർത്തിക്കണമേ. Oh God, I remember the words this girl said. Can you work here? കൈവിട്ട് പോയെന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് In the place where he said she is gone. ജൂനിയർ ഡോക്ടർമാർ പറഞ്ഞു ആ ബ്ലഡ് ഹാർട്ടിലേക്ക് വരുന്നെന്ന് പറഞ്ഞു. And the junior doctor starts to say the blood is now coming into the heart. അവർ സന്തോഷിച്ചു. And they rejoiced. 4.5 മണിക്കൂർ കൊണ്ട് സർജറി കഴിഞ്ഞു. Another 4.5 hours later, the ആ surgery കുഞ്ഞ് was finished. രക്ഷപ്പെട്ടു. And that child escaped. ആ ഡോക്ടർ അവസാനമായി പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്. And this is the words that the doctor said at the end. എന്റെ 67-ാമത്തെ വയസ്സിലാണ് എന്നെ ഒരു ദൈവവിശ്വാസിയാക്കി
ഈ 6 വയസ്സുള്ള പൈതൽ മാറ്റിയത്? It was in my age of 67 that this 6-year-old girl made me into a believer of God. ഞാനൊരു ദൈവവിശ്വാസിയായി മാറി. I converted to believing in God. എന്റെ 67ാമത്തെ വയസ്സിൽ In my age of 67. ഈ 6 വയസ്സുള്ള പൈതലിന്റെ സാക്ഷ്യമാണ് എന്നെ രൂപാന്തരപ്പെടുത്തിയത്. It is the testimony of the 6-year-old girl that transformed my life. നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു. Our citizenship is in heaven. അവിടുന്ന് കർത്താവായ യേശു രക്ഷിതാവായി, നിങ്ങൾക്ക് രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. From there, our Lord Jesus Christ will come as the Savior. For that we wait. അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ He will take our lowly body തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. and He will transform it to be like His glorious body. ഒന്ന് പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണം. One, you need to wait upon the Holy Spirit. തന്റെ യേശു രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കണം. Second, you need to wait for Jesus to come back as the Savior. 2 പത്രോസ് 3:13 നമ്മൾ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. And 2 Peter 3 verse 13, the third, that you need to wait for the new heavens and the new earth. എനിക്ക് വിവരിപ്പാൻ തക്കണ സമയമില്ല. I don't have time to describe. പഴയ നിമിഷന്മാരെല്ലാം ദൈവനഗരത്തിനായി കാത്തിരുന്നു. All of the Old Testament believers waited for the godly city of God. എന്തുകൊണ്ട്? Why? ഞങ്ങൾ ഇവിടുത്തുകാരല്ല, Because they were not from here. ഞങ്ങൾ അന്യരാണ്, We are strangers. ഞങ്ങൾ പരദേശികളാണ്. We are foreigners. നമ്മുടെ പിതാവായ യാക്കോബ് ഫറവോന്റെ മുമ്പിൽ കൊണ്ട് നിന്നു. ഫറവോന്റെ മുമ്പിൽ യോസഫ് കൊണ്ട് നിർത്തി. Our father Jacob was standing in front of Pharaoh and Joseph had brought him to him. ഉൽപ്പത്തി പുസ്തകം 47 അധ്യായത്തിൽ കാണുന്നു. We read this in Genesis chapter 47. അതിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ In verse 9 and 10 we read like this. യോസഫ് യാക്കോബിനെ പടുവൃത്തനായിരിക്കും തന്റെ പിതാവിനെ കൊണ്ടൊന്ന് ഫറവോന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. The really old Jacob is being brought forward by his son Joseph and he's standing in front of the king Pharaoh. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. And we see Jacob blessed Pharaoh. ഫറവോൻ ഒരു ചോദ്യം ചോദിച്ചു. And Pharaoh asked this question. നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണല്ലോ. This is a normal question we ask. ഇപ്പോൾ എത്ര വയസ്സായി എന്ന് ഫറവോൻ ചോദിച്ചു. And Pharaoh asked, how many days are the years of your life? യാക്കോബ് കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? The response he gave, സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. he could have responded very straightforward. എനിക്ക് 130 വയസ്സായെന്ന് അത് സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ He could മതിയായിരുന്നു. have just said, I'm 130 years old. ഞാൻ പറഞ്ഞ വാദം എങ്ങനെയാണ്? The words he said, എന്റെ പരദേശ പ്രയാണത്തിന്റെ ആയുഷ്കാലം 130 സംവത്സരം. the days of the years of sojourning for me are 130. അതിന്റെ പ്രതാപം കഷ്ടതവും ദുരിതവുമായിരുന്നു. And few and evil are the days in that life. ഞാൻ തുറന്നു പറയാണ്, ഫറവോനെ, ഞാനിവിടെ വന്നെങ്കിലും ഗോശൻ ദേശത്ത് വന്നെങ്കിലും നീ എനിക്ക് താമസിക്കാൻ വീട് തന്നെങ്കിലും ഞാനിവിടെ പരദേശിയാണ്. 130ാമത്തെ വയസ്സിലേക്ക് പരദേശിയായിട്ട് പ്രവേശിച്ചിരിക്കുക. And he says, Pharaoh, I am openly telling this to you, even though you have permitted to live in the land of Goshen, I am a stranger here and I'm 130 years old. 1 ദിനവൃത്താന്തം 39 അധ്യായം അതിന്റെ 15ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ദാവീദും ജനവും എല്ലാം കൂടെ പറഞ്ഞൊരു വാചകമാണ് ഇങ്ങനെ. In 1 Chronicles chapter 29 and verse 15 we read like this. എനിക്കൊരു ആലയം പണിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. David had this desire to build a temple, but it did not happen. അതിനുള്ള സാധനങ്ങളെല്ലാം അത് വരുത്തി കൂട്ടി. He was able to assemble all the equipment that was needed for it. അവൻ ദൈവത്തോട് പറയാണ്, And he says to God, ഞാൻ എന്റെ സകല പിതാക്കന്മാരെ പോലെ ഞാൻ പരദേശിയാകുന്നു. as like my fathers were, as all my fathers were, I am also a stranger. എന്നിട്ട് അടുത്ത് പറഞ്ഞ വാചകം അറിയാമോ? And the next thing he says, അതൊരു നിഴൽ പോലെ അത്രേ. and that is like a shadow. ഞാൻ പരദേശിയായി പാർക്കുന്നു. And I am living like a stranger. ലോകത്ത് കീർത്തിപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. David was praised amongst all of this world. ഞാൻ എല്ലാം പണിതു, എല്ലാം മാളികയും തനിക്കുണ്ടായിരുന്നു. He had all of the palaces and the mansions and the rooms he needed. അവൻ ദൈവത്തോട് പറയാണ്, He is telling to his God, ഞാൻ എന്റെ സകല പിതാക്കന്മാരെയും പോലെ പരദേശിയാകുന്നു. just like all of my fathers, I am a stranger. അതൊരു നിഴൽ പോലെയാണ്. And that is like a shadow. അതൊരു നിഴൽ പോലെയാണ്. That is like a shadow. നമ്മുടെ ആയുസ് ഒരു നിഴൽ പോലെയാണെന്ന് ഓർക്കണം. Our life is like a shadow. Remember that. ഇന്ന് കാണുന്നവരെ നമുക്ക് നാളെ കാണാൻ തക്ക ഒക്കത്തില്ല. What you see, the shadow you see today, you will not see tomorrow. 39 സങ്കീർത്തനത്തിൽ 15ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ സകല പിതാക്കന്മാരെയും പോലെ പരദേശിയാണെന്ന്. In Psalms 39 verse 15 he says, I'm like a stranger just like my father. 1 പത്രോസ് 2-ാം അധ്യായം 11 12 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പരദേശിയാണ്. പരദേശി അത് അവരുടെ നടപ്പ് നന്നായിരിക്കണം.
എന്നാണ് പത്രോസ് പറയുന്നത്. Peter says that we are all sojourners here, and the way that we walk, we should walk properly. അന്യനും പരദേശിയുമാണെങ്കിൽ നമ്മൾ നടപ്പ് നന്നായിരിക്കണം. That we should keep our conduct and our walk, even though you are a stranger and a foreigner. നമ്മൾ ഈ ലോകക്കാരല്ല. Because you are not of the world. താമസിയാതെ നമ്മുടെ കർത്താവ് വരും. Before long, our Lord Jesus will come. നമ്മൾ താഴ്ചയുള്ള ശരീരം തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടും. This lowly body that you have will be transformed to his glorious body. നമ്മളെല്ലാവരും സ്വർഗത്തിൽ കടന്നു പോകും. You are all going to be taken to the heavens. സ്വർഗം ആരെങ്കിലും ദർശനം കണ്ടിട്ടുണ്ടോ? Has any of you seen the heavens in a vision? ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. Can you lift your hands if you have? ആരെങ്കിലും സ്വർഗം? നമ്മുടെ മോള് കണ്ടിട്ടുണ്ട്. Our child has seen the heavens. എലിസബത്ത് കണ്ടിട്ടുണ്ട്. Elizabeth has seen the heavens. അതെ, വളരെ ദൈവം അനുഗ്രഹിക്കട്ടെ. May God bless you, അവൾ Mom. നല്ലൊരു കൊച്ചാണ്. She is a beautiful girl. നമ്മൾ പോകാതിരിക്കുന്ന സ്വർഗം എങ്ങനെയുള്ളതാണ്? What kind of a place is the heaven? ദൂതന്മാർ ചുറ്റും നിന്ന് ആരാധിക്കുന്ന സ്വർഗം. The heavens where angels are surrounding and worshiping. നമ്മളെല്ലാവരും അവിടേക്ക് പ്രവേശിക്കും. When you enter there, നമ്മുടെ ആശയോടെ കാത്തിരുന്ന നമ്മുടെ യേശുവിനെ നമ്മൾ കാണും. and you will see the Jesus that you were waiting for. ഒരിക്കലും മഹാനോട് ചോദിച്ചു, സ്വർഗത്തിൽ ചെന്നാൽ നിനക്ക് എന്താണ് കാണാൻ ആഗ്രഹം? Someone was asked this question, what do you want to see when you get to heaven? അതെ, ഒരു കുട്ടി പറഞ്ഞു, അവിടുത്തെ സ്ട്രീറ്റ് ഒക്കെ ഒന്ന് കാണണം, സ്വർണ്ണ തെരുവാണല്ലോ. Oh, I want to see the street, said one child, that is streets made with gold. വേറൊരു വെച്ച് പറഞ്ഞു, എനിക്ക് കിട്ടുന്ന കിരീടമൊക്കെ ഒന്ന് പൊക്കിയെടുത്ത് നോക്കണം. Oh, I want to lift up the crowns that I'm going to get, said another child. അതെ, എനിക്ക് അവിടെ വീടുണ്ടെന്ന് പറയുന്ന ആ വീടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. Oh, they say that I have a home there, I want to go roam around in that house. എന്നാൽ മറ്റൊരു സഹോദരി പറഞ്ഞ വാചകം അറിയാമോ? But another sister said, എനിക്ക് അവിടെ ചെല്ലുമ്പോ എന്റെ യേശുവിനെ ഒന്ന് കാണണം. when I get up there, I just want to see my Jesus. എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച എന്റെ യേശുവിനെ ഒന്ന് കണ്ട്, അതെ, എനിക്ക് അവന്റെ മടിയിലൊന്നിരിക്കണം. And I want to sit on my Jesus that died for me on Calvary. നമ്മുടെ സഭയിൽ വരുന്ന ഒരു നല്ലൊരു സഹോദരനുണ്ട്. In our church, there's a really blessed brother. ഞാൻ പേരൊന്നും പറയുന്നില്ല. I'm not going to say his name. അദ്ദേഹം എന്നോട് കാണുമ്പോഴൊക്കെ പറയും, ഞാൻ യേശുപ്പച്ചന്റെ മടിയിലാണ് ഇരിക്കുന്നത്. And every time he sees me, he says, I'm sitting on the lap of Jesus Christ. യേശുപ്പച്ചന്റെ മടിയിലാണ് ഇരിക്കുന്നത്. I sit on Jesus Christ. സ്റ്റെപ്പൊക്കെ ഞാൻ ഇറങ്ങുമ്പോൾ യേശുപ്പച്ചന്റെ കൈ കയറി പിടിക്കുന്നു, ഞാനും കയറി കൈക്ക് പിടിക്കുന്നു. And when I climb down the steps, Jesus holds my hand. I also extend my hands to hold him. അപ്പൊ ഞാൻ ചിന്തിച്ചു, യേശുവിന്റെ കൈ കയറി പിടിക്കണമെങ്കിൽ യേശു പ്രായം ചെന്ന് അത്ര കളവനാണോ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. And many a times when I heard him that he's holding Jesus' hand, is Jesus that old? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈക്ക് പിടിച്ച സ്റ്റെപ്പ് ഇറങ്ങുന്നത്. Because they hold each other's hands as he comes. Think about this blessed word. ഞാൻ എനിക്ക് സ്വർഗ്ഗത്തിൽ ചെന്ന് എനിക്ക് സ്ട്രീറ്റും കാണണ്ട, കിരീടവും കാണണ്ട, അവിടുത്തെ വീടും അങ്ങനെയൊന്നും കാണണ്ട, എന്റെ രക്ഷകനെ എനിക്കൊന്ന് കാണണം. When I get to heaven, I don't want to see the streets of gold, nor the crown I receive, nor the home I receive. I just want to see my Jesus. നമ്മുടെ സഭയിൽ രണ്ട് സഹോദരി തമ്മിൽ വലിയൊരു ആർഗ്യുമെന്റ് ഉണ്ടായി. There was a big argument between two sisters in our church. ആരാന്ന് എന്നോട് ചോദിക്കല്ലേ. Don't ask me who it was. തല്ലിക്കൊന്നാ പറയത്തില്ല. I won't say it even if you kill me. ഭയങ്കര ഒരു ആർഗ്യുമെന്റ്. A big debate. അത് വെളിപ്പാട് 12 അധ്യായത്തിലെ സ്ത്രീയെ കുറിച്ചാണ്. And it was about the woman in Revelation chapter 12. ഒരു സഹോദരി പറയുന്നു, അത് പിന്നെ മഹോദരകാലത്ത് മുമ്പേ നടക്കാനുള്ളതാണ്. One sister said that is supposed to happen before the tribulation time. നിങ്ങൾക്കറിയാലോ, 12 അധ്യായം സ്ത്രീ പ്രസവിച്ചു, ഒരു ആൺകുട്ടി പ്രസവിച്ച ആൾക്കാരാണല്ലോ. ആ പ്രസവമൊക്കെ നടക്കേണ്ടത് മഹോദരകാലത്തിന് മുമ്പെയാണ്. You know about the woman that delivers a child, and she says that should all happen before the tribulation മറ്റേ time. സഹോദരി പറയുന്നു മഹോദരകാലത്തിന് ശേഷമാണ്. And another sister said no, it should happen after the tribulation time. ഊട് പിടിച്ച് ആർഗ്യുമെന്റ് നടക്കുകയാണ്. And there was a great debate happening. അവസാനം ഇവർ രണ്ടുപേരും ത്രിവേ കോൾ തന്നെ വിളിച്ചു. And they got on a three-way call and called me. ഞാൻ എന്ത് ചെയ്യുന്നേ മക്കളെ? And what will I do, dear സലോമോൻ brothers? രാജാവിന്റെ അരിക്കല് രണ്ട് സ്ത്രീകൾ ചെന്ന പോലെ ഇവര് അത് വെളിപ്പാട് 12 അധ്യായം എടുത്തോണ്ട് എന്റെ അരികെ വന്നിരിക്കുകയാണ്. Just like two women went to King Solomon, these two sisters came to me based on what's said in Revelation. ഞാൻ പറഞ്ഞു, നിങ്ങൾ അത് വിടെ. And I said, let it go. നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മളൊന്ന് പോകാൻ നോക്കാം. Why don't we just attempt to go when Jesus comes? അവിടെ ചെന്ന് നമ്മുടെ രക്ഷിതാവിനെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുക. Why don't you just have the desire to go see your Savior? ആ യേശുവിന്റെ മടിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുക. Why don't you just have a desire to sit in the lap of Jesus അവൻ Christ? പ്രത്യക്ഷനാകുമ്പോൾ When he appears, നാം അവനെ താഴെയിരിക്കുമ്പോൾ തന്നെ കാണുന്നതുകൊണ്ട് so that we shall be like him. അവനോട് സദൃശന്മാരാകും. You will be just like him. നമ്മൾ ഭൂമിയിൽ അന്യരാണ്, പരദേശികളാണ്. In this earth, you are a stranger
stranger, you are a foreigner. നമ്മുടെ കൊയർ മുൻപോട്ട് കടന്നു വരാം. Ask the choir to come ഒരു forward. പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. We are going to worship and sing നമുക്ക് a ഇവിടെ song. നിലനിൽക്കുന്ന നഗരമില്ല. We don't have a city that stays here. നമ്മൾ അന്യരാണ്. We are a foreigner. നമ്മൾ പരദേശികളാണ്. We are a stranger. എത്രയും താമസിയാതെ നമ്മൾ ഇവിടുന്ന് പോകും. Before long we'll be gone. ഇവിടെ കയറി വരുമെന്നുള്ള ശബ്ദം കേൾക്കും. You will hear the voice come up here. നമ്മൾ കർത്താവിനെ പോലെയാകും. And we'll be like, അവനുമായിട്ട് സന്തോഷിക്കുന്ന സുദിനം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. and let's worship him thinking about that moment. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May God bless you with these words. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ്സിലോർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ്സിലോർക്കും തോറും രമ്യം. ലക്ഷ്യമെല്ലാം കാണുന്നല്ലോ കർത്തൻ തൻ വരാവിൻ, ലക്ഷ്യമെല്ലാം കാണുന്നല്ലോ കർത്തൻ തൻ വരാവിൻ. നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും, നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും. ലക്ഷത്തിൽ സുന്ദരേ അക്ഷയനാം രക്ഷകൻ, എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. ലക്ഷത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ, എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. പ്രത്യാശയോടിതാ ഭക്തരൻ ഉണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ്സിലോർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരൻ ഉണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ്സിലോർക്കും തോറും രമ്യം. രാജനേശു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? രാജനേശു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ? നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ? പ്രിയ സഹോദരാ, നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയെ പങ്കുവെക്കും നീ വഹിക്കുന്നുണ്ടോ? പ്രിയ സഹോദരാ, നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയെ പങ്കുവെക്കും നീ വഹിക്കുന്നുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരൻ ഉണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ്സിലോർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരൻ ഉണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ്സിലോർക്കും തോറും രമ്യം. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണ്ണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണ്ണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരൻ ഉണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ്സിലോർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരൻ ഉണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ്സിലോർക്കും തോറും രമ്യം. പാടിനാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും, പാടിനാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും. പാടിനാരും ചൂടിടാത്ത വടമുടി ചൂടും, പാടിനാരും ചൂടിടാത്ത വടമുടി ചൂടും. ജീവന്റെ നാഥനാ ത്യാഗം സഹിച്ചതാ സ്നേഹമണവാളനോട് ജീവൻ പുരി വാഴും. ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാ സ്നേഹമണവാളനോട് ജീവൻ പുരി വാഴും. പ്രത്യാശയോടിതാ ഭക്തരൻ ഉണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ്സിലോർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരൻ ഉണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ്സിലോർക്കും തോറും രമ്യം. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണ്ണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണ്ണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരൻ ഉണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ്സിലോർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരൻ ഉണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ്സിലോർക്കും
ത്യാഗം സഹിച്ചത സ്നേഹമണവാളനോട് സിയോൻ വാഴും. പ്രത്യാശയോടിതാ ഭക്തരം ഉണരുന്നേ, വന്നുദിക്കും പൊന്നുഷത്തിലോർക്കുന്നോറ് രമ്യം. പ്രത്യാശയോടിതാ ഭക്തരം ഉണരുന്നേ, വന്നുദിക്കും പൊന്നുഷത്തിലോർക്കുന്നോറ് രമ്യം. പ്രത്യാശയോടിതാ ഭക്തരം ഉണരുന്നേ, വന്നുദിക്കും പൊന്നുഷത്തിലോർക്കുന്നോറ് രമ്യം.